മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഓണാഘോഷത്തിന്റെ സമയത്ത് കേരളം സന്ദർശിക്കുന്ന മഹാബലിയുടെ ഓർമ്മയ്ക്കായാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത് എന്നാണ് ഐതിഹ്യം. ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഈ ഉത്സവം ആഘോഷിക്കുന്നു. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ വിളവെടുപ്പുത്സവത്തോടൊപ്പം ആഘോഷിക്കുന്നതാണ് ഓണം. അത്തം നാൾ മുറ്റത്ത് പൂക്കളമിട്ട് തുടങ്ങും. നാട്ടുപൂക്കളും ഇലകളും ഉപയോഗിച്ചുള്ള മനോഹരമായ അത്തപ്പൂക്കളം. അന്നു മുതൽ മഹാബലിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങണമെന്നാണ്. പൂക്കളമിട്ടും ഓണത്തിനായുള്ള മറ്റു ഒരുക്കങ്ങളിലൂടെയും മലയാളിയുടെ മനസ്സിൽ മുഴുവൻ ആഘോഷങ്ങളുടെ ആരവമുയരുന്ന ദിവസങ്ങൾ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഓണത്തോടനുബന്ധിച്ച് പുതുവസ്ത്രങ്ങൾ വാങ്ങി നൽകുന്ന ചടങ്ങ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണപ്പെടുന്നു. തിരുവോണ നാളിൽ ഓണസദ്യ ഒരുക്കിയും ഓണക്കളികൾ കളിച്ചും ആഘോഷിക്കും. കൈക്കൊട്ടിക്കളി എന്ന് സാമാന്യമായി വിളിക്കപ്പെടുന്ന തിരുവാതിരക്കളി സ്ത്രീകളുടെ മാത്രം ഒരു സംഘനൃത്തമാണ്. തിരുവാതിരക്കളിയും ഓണാഘോഷത്തിൻ്റെ ഒരു ഭാഗമാണ്. വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കലാണ് ആഹ്ലാദത്തിൻ്റെ ദിനങ്ങളെ ഒന്നുകൂടി ആകർഷകമാക്കുന്നത്. ഓണാഘോഷവും ഓണക്കാഴ്ചയുമെല്ലാം നാം മലയാളികളുടെ മനസ്സിൽ എന്നും മഹോത്സവമാണ്. ഈ കൊറോണ കാലത്ത് പരിമിതികൾക്കുള്ളിൽ നിന്ന് ഓണത്തെ നമുക്ക് ഉത്സവമാക്കി മാറ്റാം. മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഓണാഘോഷത്തിന്റെ സമയത്ത് കേരളം സന്ദർശിക്കുന്ന മഹാബലിയുടെ ഓർമ്മയ്ക്കായാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത് എന്നാണ് ഐതിഹ്യം. ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഈ ഉത്സവം ആഘോഷിക്കുന്നു. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ വിളവെടുപ്പുത്സവത്തോടൊപ്പം ആഘോഷിക്കുന്നതാണ് ഓണം. അത്തം നാൾ മുറ്റത്ത് പൂക്കളമിട്ട് തുടങ്ങും. നാട്ടുപൂക്കളും ഇലകളും ഉപയോഗിച്ചുള്ള മനോഹരമായ അത്തപ്പൂക്കളം. അന്നു മുതൽ മഹാബലിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങണമെന്നാണ്. പൂക്കളമിട്ടും ഓണത്തിനായുള്ള മറ്റു ഒരുക്കങ്ങളിലൂടെയും മലയാളിയുടെ മനസ്സിൽ മുഴുവൻ ആഘോഷങ്ങളുടെ ആരവമുയരുന്ന ദിവസങ്ങൾ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഓണത്തോടനുബന്ധിച്ച് പുതുവസ്ത്രങ്ങൾ വാങ്ങി നൽകുന്ന ചടങ്ങ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണപ്പെടുന്നു. തിരുവോണ നാളിൽ ഓണസദ്യ ഒരുക്കിയും ഓണക്കളികൾ കളിച്ചും ആഘോഷിക്കും. കൈക്കൊട്ടിക്കളി എന്ന് സാമാന്യമായി വിളിക്കപ്പെടുന്ന തിരുവാതിരക്കളി സ്ത്രീകളുടെ മാത്രം ഒരു സംഘനൃത്തമാണ്. തിരുവാതിരക്കളിയും ഓണാഘോഷത്തിൻ്റെ ഒരു ഭാഗമാണ്. വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കലാണ് ആഹ്ലാദത്തിൻ്റെ ദിനങ്ങളെ ഒന്നുകൂടി ആകർഷകമാക്കുന്നത്. ഓണാഘോഷവും ഓണക്കാഴ്ചയുമെല്ലാം നാം മലയാളികളുടെ മനസ്സിൽ എന്നും മഹോത്സവമാണ്. ഈ കൊറോണ കാലത്ത് പരിമിതികൾക്കുള്ളിൽ നിന്ന് ഓണത്തെ നമുക്ക് ഉത്സവമാക്കി മാറ്റാം. ഓണം കേരളീയരുടെ ദേശീയ ആഘോഷമാണ്. ഓണം ചിങ്ങമാസത്തിലെ തിരുവോണ നാളിലാണ് ഓണം ആഘോഷിക്കുന്നത്. വിളവെടുപ്പുത്സവം, കൊയ്ത്തുത്സവം എന്നും ഓണം അറിയപ്പെടുന്നു. കുടുംബാംഗങ്ങൾ ഓണക്കാലത്ത് വീട്ടിൽ ഒത്തുചേരുന്നു. പുതുവസ്ത്രങ്ങൾ ധരിച്ച് എല്ലാവരും ചേർന്ന് പൂക്കളമൊരുക്കുകയും വിഭവസമൃദ്ധ